ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്ക്കാൻ പോണത് ഒരു ഫ്രീ സൈസ് നൈറ്റിയിൽ നിന്ന് ഒരു ഫ്രോക്ക് നൈറ്റിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ വലിയ നൈറ്റിയാണ്. 57 ഇഞ്ച് നീളവും 52 ഇഞ്ച് ചെസ്റ്റ് വണ്ണവും അതുപോലെ 17 ഇഞ്ച് ഷോൾഡറും ഒക്കെയുള്ള ഒരു വലിയ നൈറ്റിയാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ ഒരു ഫ്രോക്ക് നൈറ്റി ചെയ്യാൻ പോണത്. അപ്പോൾ 47 ഇഞ്ച് നീളമാണ് ഫ്രോക്ക് നൈറ്റിക്ക് ആവശ്യം ഫുള്ളായിട്ട്. അപ്പോൾ അതിൽ 7 ഇഞ്ച് ഫുള്ളിന് പോവും, ബാക്കി 40 ഇഞ്ചാണ് ബോഡി പാർട്ടിന് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 ഇഞ്ചിൻ്റെ ഒരു പീസ് തയ്യൽ തുമ്പോട് കൂടി ഒരു 40.5 ഇഞ്ച് നീളത്തിൽ ഇത് വെട്ടി മാറ്റാൻ പോവാണ് ബോഡി പാർട്ട്. അപ്പോൾ ഫ്രോക്ക് നൈറ്റിക്കുള്ള യോക്ക് 7.5 ഇഞ്ചും ആം ഹോള് 8 ഇഞ്ചുമാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. 8 ഇഞ്ചിലാണ് ആം ഹോൾ എടുത്തിരിക്കുന്നത്. ഇനി ബസ്റ്റ് എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടുണ്ട്. അത് സെയിം തന്നെയാണ് ഇവിടെ ഷേപ്പിലും എടുത്തിരിക്കുന്നത്. ചെസ്റ്റ് എടുത്തിരിക്കുന്നതും ബസ്റ്റിൻ്റെ അതേ അളവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, 11 ഇഞ്ചും 1 ഇഞ്ചും. തയ്യൽ തുമ്പ് 1 ഇഞ്ച് വേണമെങ്കിൽ 1 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ 1.5 ഇഞ്ച് വേണമെങ്കിൽ 1.5 ഇഞ്ച് എടുക്കാം. തുണി കുറവാണെങ്കിൽ 1/2 ഇഞ്ച് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് താഴെ ഒരു 1.5 ഇഞ്ചോളം ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അത് സൈഡ് തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രില്ലടിക്കുമ്പോഴേക്കും. ഇപ്പോൾ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സ്ലീവ് അങ്ങനെ തന്നെ വെട്ടിയത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആ വെട്ടിയ വേസ്റ്റ് പീസ് മാറ്റണം, അഴിച്ചെടുക്കണം. ഇതും കൂടി വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവിന് അത്രയും ലെങ്ത്ത് കുറയും. അപ്പോൾ ഞാനത് ഈ ഭാഗം കൂടെ അഴിച്ചെടുത്താൽ മതിയാവും. ഇത് അയൺ ചെയ്തെടുത്താൽ നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇത് മാത്രം ആ ബോഡി പീസിൻ്റെ ആ യോക്കിൻ്റെ ഭാഗം കൂടെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് അഴിച്ച് മാറ്റിയിട്ട് ഈ സ്ലീവിൻ്റെ ഈ ഭാഗം മാത്രം ഇട്ടെടുത്താൽ മതി. ഇത് ലെങ്ത്ത് ഇതിലും കുറവ് മതിയെങ്കിൽ നമുക്ക് ഈ ഭാഗം കൂടെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് എടുക്കാം. ഇതാണ് ഫ്ലീറ്റ്സിനുള്ള 2 പീസ്. നമ്മൾ ബോഡി പാർട്ടിൻ്റെ ബാലൻസ് മാറ്റി വെച്ചതാണ് ഈ 2 പീസ്. ഇത് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ താഴെ ഫ്ലീറ്റ്സ് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇതിൻ്റെ നമ്മൾ ഡൗൺ പാർട്ട് വെട്ടിയെടുത്തതിൻ്റെ 4 പീസ് ഉണ്ടായിരുന്നു. ഫ്രണ്ടിലും 7 ഇഞ്ചിൻ്റെ 2 പീസ് വെട്ടിയെടുത്തതിൽ 4 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ 3 പീസ് എടുക്കുന്നുള്ളൂ പ്ലീറ്റ്സ് ഇടാനായിട്ട്. 4 പീസ് എടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ട് ചുരുക്കായി പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 3 പീസ് എടുത്തിട്ടാണ് ഞാൻ ചുരുക്കിടാൻ പോകുന്നത്. ചെറിയ ചുരുക്കിട്ടിട്ട് നോക്കാം എന്തോരം ഉണ്ടെന്ന്. 4 ഇഞ്ചിൻ്റെ വലിപ്പത്തിലുള്ള പ്ലീറ്റ്സ് മതി. ഒരു 3/4 ഇഞ്ച് ഇടവിട്ട് അങ്ങോട്ട് തയ്ച്ചാൽ മതി. ഒരുപാട് അടുപ്പിച്ച് വേണമെന്നില്ല. ഇതാണ് പ്ലീറ്റ്സ് ചുരുക്കിട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ചുരുക്കിട്ടിരിക്കുന്നത്. നമുക്കിത് ബോഡി പാർട്ടിന് മതിയോ നോക്കാം. ഇത്രയും ഭാഗം മാത്രം കുറവുണ്ട്. നമുക്കൊരു പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പീസ് പിടിപ്പിക്കുമ്പം പ്രിൻ്റ് എങ്ങനെ വെച്ചാലും കുഴപ്പമില്ലാത്ത പ്രിൻ്റാണെങ്കിൽ തലങ്ങും വിലങ്ങും കിടക്കുന്ന പ്രിൻ്റാണെങ്കിൽ
കാര്യമായിട്ട് അങ്ങനെ നോക്കണമെന്നില്ല. ചില പ്രിൻറ്റുകൾ ഡിസൈൻസ് ഒരേ വശത്തേക്ക് തന്നെ ആയിരിക്കും. ഇപ്പോൾ മുകളിലേക്ക് ഇരിക്കുന്നതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്കും താഴേക്കും കൂടി ആയിപ്പോകും. അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. ഇതിപ്പോൾ അങ്ങനത്തെ കുഴപ്പമുള്ള ഡിസൈനല്ല, എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അത് കാരണം ഞാൻ അത്ര കാര്യമായിട്ട് നോക്കിയില്ല കേട്ടോ. ഇതും കൂടി നമുക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ട് പിടിപ്പിക്കാം. നമുക്ക് ഷോൾഡർ ചരിച്ച് വെട്ടിയിട്ടില്ല, പക്ഷെ നമുക്ക് ചരിച്ചൊന്ന് തയ്ച്ചതിന് ശേഷം ഒന്ന് വെട്ടിക്കൊടുക്കാം. അവർ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഷോൾഡർ ചെയ്തേക്കുന്നത്. ഒരു 1/2 ഇഞ്ചോളം ചരിച്ചാണ് വെട്ടിയിരിക്കുന്നത്. റെഡിമെയ്ഡ് നൈറ്റി ആയതുകൊണ്ട് എല്ലാം വലിയ സ്റ്റിച്ചിട്ടായിരിക്കും തയ്ച്ചേക്കുന്നത്. ഒറ്റ സ്റ്റിച്ചേ കാണുള്ളൂ. നമ്മളതൊന്ന് ആവശ്യമുള്ള സ്ഥലത്തൊന്നും കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബലം കിട്ടും. പൈപ്പിങ്ങിലും എല്ലായിടത്തും ഒറ്റ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ. ഞാൻ ആദ്യം തന്നെ ഒന്ന് റീസ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് സൈഡ് അഴിച്ചിട്ടില്ല, കാരണം അവർ പോക്കറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതൊന്നും അഴിച്ച് നമ്മൾ പണി കൂട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് മാത്രം സ്റ്റിച്ചുകളൊന്ന് റീസ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. റീസ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വേറൊരു സ്റ്റിച്ച് ഇടാതെ അവർ പതിച്ചടിച്ചേക്കണതിൻ്റെ മുകളിൽ കൂടി അടിക്കുക. അപ്പോൾ വൃത്തികേടാവില്ല. ഇതിൻ്റെ ആം ഹോള് ഞാൻ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുന്നുണ്ട് ഫ്രണ്ടിൽ. എനിക്കങ്ങനെ കുഴിച്ച് വെട്ടിയില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ആണെങ്കിലും കൊള്ളാം, എന്താണെങ്കിലും സ്ലീവ് മാറ്റി പിടിപ്പിക്കുകയാണെങ്കിലും എനിക്കത് കുഴിച്ച് വെട്ടണം. കുഴിച്ച് വെട്ടിയിട്ട് തയ്ക്കുമ്പോഴാണ് നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. അധികം ഒന്നും കുഴിക്കണ്ട, ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടിയാൽ മതി. നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് അങ്ങനെ പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിലാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്കിതിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം എന്നാണെങ്കിൽ കുറച്ചുകൂടെ ജോയിൻ ചെയ്ത ശേഷം ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നോച്ചിട്ടാലും കാണൂല, അപ്പം ഞാൻ ചോപ്പ് വെച്ചിടാൻ മതി. ഇനി ഇങ്ങനെയുള്ള പിടിപ്പിക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. നമുക്ക് ഈ സ്ലീവാണ്. മെറ്റീരിയൽ പ്യുവർ കോട്ടൺ അല്ല കേട്ടോ, പോളിസ്റ്റർ മിക്സ് ആണ്. സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഞാൻ അടിക്കണത്. സോറി, ഇത് അടിച്ച് തുടങ്ങിയപ്പോൾ തെറ്റിപ്പോയി, ശ്രദ്ധിച്ചില്ല ഞാൻ. എന്തോ ഒരു ചിന്തയിൽ അങ്ങനെ അങ്ങോട്ട് അടിച്ചു പോയി. സെൻറ്ററിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് സെൻറ്ററിൽ നിന്നല്ല ഞാൻ അടിച്ചു തുടങ്ങിയത്. ബോഡി പീസിൻ്റെ സെൻറ്റർ ആണെങ്കിലും സ്ലീവിൻ്റെ സെൻറ്റർ ആയിരുന്നില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പണി കിട്ടും, ശ്രദ്ധ മാറിപ്പോയാലേ. ഇതിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് നോച്ചിട്ടില്ലായിരുന്നു ഞാൻ. ഫോൾഡ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടേ, ഫോൾഡിങ്ങിൻ്റെ ആ ഒരു മാർക്ക് ഉണ്ടല്ലോ നോട്ട്, അതിപ്പോൾ ശ്രദ്ധിച്ചില്ല.
ഇത് റെഡിമെയ്ഡ് ആയതാണ്. ഇത് പോക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോക്കറ്റ് ഒന്ന് റീസ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്. അല്ലെങ്കിൽ ഒരു 2 ഇടൽ കഴിയുമ്പോഴേക്കും പോക്കറ്റൊക്കെ വിട്ടു പോകും. സൈഡ് അടിക്കുകയാണേ. ഇനി അപ്പുറത്ത് സൈഡ് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫ്രില്ല് പിടിപ്പിച്ച് കൊടുക്കാം. ഈ ഫ്രില്ലിൻ്റെ നമ്മൾ ജോയിൻ ചെയ്ത പീസിൻ്റെ ഒരു ഭാഗം അടിച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്ത പീസിൻ്റെ അടിച്ചിട്ടില്ല. അപ്പം ഞാനത് ജോയിൻ ചെയ്ത സമയത്ത് ഇങ്ങനെ അടിക്കാൻ പാകത്തിന് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ അടിച്ചത്. ജോയിൻ ചെയ്തപ്പോൾ തന്നെ അത് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് മടക്കി അടിച്ചെടുക്കാൻ പറ്റും. പ്ലീറ്റ്സ് അടിച്ചു കഴിഞ്ഞ് പിന്നെ ഇത് നമുക്ക് മറിച്ച് പതിച്ചൊന്ന് അടിച്ചു കൊടുത്തേക്കാം. പതിച്ചടിക്കുമ്പോൾ തയ്യൽ തുമ്പ് മുകളിലോട്ട് വെക്കണം കേട്ടോ. എന്നാലേ പ്ലീറ്റ്സ് കിടക്കണ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഒരാവശ്യമില്ലാണ്ട് ഒരു പ്ലീറ്റ്സ് അങ്ങോട്ട് കയറി പിടിച്ചു. നമുക്ക് എക്സ്ട്രാ പണി തന്നെയല്ലേ. പതിച്ചടിച്ചപ്പോൾ നല്ല നീറ്റായി. ഈ സൈഡ് കൂടി നമുക്ക് അടിക്കാം കേട്ടോ. ലാസ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ ഈ ജോയിൻ ചെയ്തേക്കണതിൻ്റെ അടിവശം ഒന്നിങ്ങനെ ഒരു മടക്കൊന്ന് മുകളിലോട്ട് കൊടുത്ത് അടിക്കുവാണെങ്കിൽ ഈ ഇങ്ങനെ ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗം വൃത്തികേടായിട്ട് പുറത്തേക്ക് വരില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ട്. വള്ളി പിടിപ്പിച്ചില്ലേ? വള്ളി ഇതിക്ക് അത്യാവശ്യമില്ല, എന്നാലും ഒരെണ്ണം പിടിപ്പിച്ചേക്കാം. ഉടുപ്പിനൊരു വിഷമമുണ്ടല്ലോ. ഇട്ട് കഴിയുമ്പോൾ ഇത്രയും കൂടി ഷേപ്പ് വേണമെന്ന് തോന്നിയാൽ എക്സ്ട്രാ അധികമുള്ള തയ്യത്തും നമ്മൾ വെട്ടിക്കളയാം. ബാക്കിലൊരു ടക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ടക്കിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ടക്കായിടുന്നത്. അതിൽ കൂടുതൽ ഷേപ്പ് വേണമെങ്കിൽ കെട്ടാലോ. വീതിയുള്ളതായത് കാരണമാണ് കേട്ടോ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചെയ്യണത്. അതിലേക്ക് ഞാൻ ഈർക്കിലോ എല്ലാം സൂചി നൂലോ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറ് മറിച്ചെടുക്കാനായിട്ട് വള്ളി. പക്ഷെ ഇത് വലിയ വള്ളിയല്ലേ, ഇതിനിപ്പോൾ സ്ക്രൂ ഡ്രൈവറൊക്കെ ധാരാളം. ട്രയാങ്കിൾ ഷേപ്പിലൊന്നും അല്ല അടിച്ചത്, ഞാൻ പ്രതി സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചത്, സ്ക്വയർ ആയിട്ട് തന്നെ അടിച്ചത്. അടിക്കും ട്രയാങ്കിളായിട്ട് അടിക്കാം, കുറച്ചും കൂടി ഭംഗിയുണ്ടാവും.
ഇതാണ് നിങ്ങൾ നേരത്തെ കണ്ട ആ നൈറ്റി. കൊള്ളാല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ അളവിലെല്ലാം തയ്ച്ചിരിക്കണം കേട്ടോ. ഇത് എൻ്റെ സിസ്റ്ററുടെ അളവിലാണ് തയ്ച്ചേക്കണത്. അവൾക്ക് 47 വേണം ലെങ്ത്ത്, എനിക്ക് 45 മതി. അപ്പം അതുകൊണ്ട് എനിക്ക് ഇത്തിരി ഇറക്കം കൂടുതലാണ്, എനിക്ക് ഇത്ര ഇറക്കത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന്, ഇഷ്ടപ്പെട്ട ആൾക്കാർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.